ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് മുതൽ ദേവ്യാനിക്ക് അനാമികയുടെ പ്രവൃത്തിയിലും സംസാരത്തിലൊക്കെ ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങാണ് കേട്ടോ. എല്ലാ ദിവസവും നയന ദേവ്യാനി ഉറങ്ങുന്ന സമയത്ത് ഭക്ഷണവും മരുന്നും ഒക്കെ ടേബിളിൽ എടുത്തു വെച്ചിട്ടാണ് പോകാറ്. എന്നാൽ അതെല്ലാം ചെയ്യുന്നത് അനാമികയാണെന്നാണ് ജാനകി ദേവ്യാനിയെ ധരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ 2 ദിവസമായിട്ട് നയന വീട്ടിൽ പോയിരിക്കുകയാണ്. ടേബിളിന് പുറത്ത് ഭക്ഷണവും ഇല്ല മരുന്നുമില്ല. 2ാം ദിവസം അങ്ങനെ തന്നെ ദേവ്യാനിക്ക് സമയത്തിനുള്ള മരുന്നറിയാത്തതുകൊണ്ട് ദേവ്യാനി അനാമികയെ വിളിക്കുകയാണ്. ഈ വിളി കേട്ടിട്ട് ജാനകി ഓടി ചെല്ലുന്നുണ്ട്. എന്താ ഏട്ടത്തി, എന്തിനാ മോളെ വിളിക്കുന്നേ? ഞാൻ പറയാൻ മറന്നതാ, ഇന്നലെ ഭക്ഷണവും മരുന്നൊന്നും ടേബിളിൽ കണ്ടില്ല. സാധാരണ മരുന്നും ഭക്ഷണവും ഒക്കെ മോളെ എടുത്തു വെക്കാറ്. ഇന്ന് ഭക്ഷണം കഴിച്ചു, പക്ഷെ മരുന്ന് ഏത് കഴിക്കണമെന്ന് അറിയില്ല. അതിന് മോളെ വിളിക്കാൻ വന്നതാ. അപ്പൊ തന്നെ ജാനകി ഒന്ന് തപ്പിത്തടഞ്ഞ് കളിക്കാൻ കേട്ടോ. ഏട്ടത്തി, ഞാൻ പറയാൻ വിട്ടതാ, മോൾക്ക് തീരെ വയ്യാന്നോ? എന്തുപറ്റി? ഞാൻ ഇത്ര നേരം ഇവിടെ കണ്ടിരുന്നല്ലോ. അപ്പോഴൊന്നും അനാമിക മോൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. കൃത്യസമയത്ത് തന്നെ അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വല്യമ്മ എന്നെ വിളിച്ചിരുന്നോ? മോൾക്ക് വയ്യാന്ന് പറഞ്ഞു ജാനകി. എന്തുപറ്റി? എനിക്ക് വയ്യാന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, മോൾക്ക് നേരത്തെ ചെറിയൊരു പനിയുണ്ടായിരുന്നു, മോൾ എന്നോട് പറഞ്ഞില്ലേ? ഇതും പറഞ്ഞ് കണ്ണെറുമ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ അനാമികക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ, ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞായിരുന്നു എനിക്ക് ചെറിയൊരു പനി പോലെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ ജാനകി സ്വയം മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര, മോൾ എന്തൊക്കെയാ പറയുന്നത്? മോൾക്കാണെങ്കിൽ മരുന്നെടുത്ത് കൊടുക്കാനും അറിയില്ലല്ലോ. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ മോളെ, ഭക്ഷണം ഞാൻ കഴിച്ചു, മരുന്ന് ഏതാന്ന് വല്യമ്മയ്ക്ക് അറിയില്ല, മോളെന്ന് എടുത്തു തരുമോ? അല്ല, വല്യമ്മയുടെ മരുന്ന് എനിക്കിങ്ങനെ അറിയാനാ? എൻ്റെ ഈശ്വര, ഏട്ടത്തി ഇപ്പം എല്ലാം പിടിക്കുമല്ലോ. അല്ല, അപ്പം മോളല്ലേ എനിക്കെന്നും മരുന്നെടുത്ത് വെക്കാറ്? അത് കേട്ടപ്പോഴേ അനാമികയ്ക്ക് എന്തോ ഡൗട്ട് വന്നപ്പോൾ അനാമിക പറയുന്നുണ്ട്, മരുന്നെടുത്ത് വെക്കാറ് ഞാൻ തന്നെയാ. ഇവരുടെ സംശയത്തിൽ എന്തൊക്കെയോ പന്തികേട് തോന്നിയ അനാമിക ചോദിക്കുന്നുണ്ട്, സത്യം പറയാലോ, ഇന്നലെ മോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ ഉണ്ടാക്കി. അല്ല, മോൾക്കെങ്ങനെ എന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം അതാണെന്ന് അറിയാൻ കഴിഞ്ഞു? അതറിയാനാണോ വല്യമ്മ ഇപ്പൊ പണി? വല്യമ്മയെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട് ഈ വീട്ടില്? അവരോട് ചോദിച്ചാൽ വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് അറിയാൻ ഇത്ര പാടുണ്ടോ? എന്തായാലും അതൊക്കെ പോട്ടെ, മോൾ എനിക്ക് മരുന്നെടുത്തതാ, സമയം വൈകിക്കില്ലേ? ശരി വല്യമ്മേ, എനിക്കിന്ന് മറന്നു പോയതാട്ടോ, ഞാൻ എന്തായാലും നാളെ കൃത്യസമയത്ത് എടുത്തു വെച്ചോളാം. അതൊന്നും കുഴപ്പമില്ല. എന്നാ ദേവ്യാനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അനാമിക മോൾ അല്ലെങ്കിൽ പിന്നെ ആരാ എനിക്ക് ഭക്ഷണം തരുന്നത്? എന്തിനാ ഈ ജാനകി എന്നോട് കള്ളം പറഞ്ഞത്? അവിടെ ചെന്ന പാടെ തന്നെ എവിടെയാണ് മരുന്ന് വെച്ചതെന്ന് അറിയാതെ അനാമിക ചുറ്റിലിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ? അല്ല വല്യമ്മ, ഞാൻ ഇവിടെ ആയിരുന്നല്ലോ മരുന്ന് വെക്കാറ്. അവിടെയോ? സാധാരണ മരുന്നെടുത്ത് തന്നാ മോൾ അത് എടുത്തോട്ട് തന്നെ വെക്കാറില്ലേ? ആ ഷെൽഫിലുണ്ടല്ലോ. എനിക്ക് മറന്നുപോയി, സോറി വല്യമ്മേ. അതൊന്നും കുഴപ്പമില്ല. ജാനകി ആണെങ്കിൽ എന്തുണ്ടാവും അറിയാതെ പിന്നാലെ ചെല്ലുന്നുണ്ട് കേട്ടോ. അനാമികയാണെങ്കിൽ ആ ബോക്സിൽ നിന്ന് ഓരോ ടാബ്ലറ്റ്സ് എടുത്തു നോക്കുന്നുണ്ട്. അനാമികയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ, ഏതൊക്കെ എന്തിനാണെന്നുള്ളതും ഏതൊക്കെ സമയത്ത് കഴിക്കണം എന്നുള്ളതും ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നിന്റെ പുറത്ത് എപ്പോൾ കഴിക്കണം എന്നുള്ളതൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പൊ അനാമിക മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര, ഇവർക്ക് ഇത്രയും മരുന്ന് കഴിക്കാനുണ്ടോ? ഇതൊക്കെ ഏത് സമയത്താണോ ആവോ? അനാമിക മരുന്നിലൊക്കെ പരുതിയിട്ട് 1-2 ടേബ്ലറ്റ്സ് എടുത്തിട്ട് ദേവ്യാനിക്ക് കൊടുക്കുന്നുണ്ട്. ഇതാ വല്യമ്മേ. അപ്പൊ ദേവ്യാനി മനസ്സിൽ കരുതുന്നുണ്ട്, അപ്പോ മരുന്നെടുത്ത് തരുന്നതും അനാമികയല്ല, പിന്നെ ഇതാര്? ഞാൻ ഉറങ്ങിക്കെടുക്കുമ്പോൾ എന്നെ സഹായിക്കുന്നത് ആരാ? അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ, പെട്ടെന്ന് ഈ മരുന്ന് കഴിക്കുക, സമയം ഇപ്പം തന്നെ ഒരുപാടായി. അല്ല മോളെ, ഇത് തന്നെയാണ് എനിക്ക് ഉച്ചയ്ക്ക് തരാറ്. പിന്നെ ഇത് തന്നെ? എന്താ വല്യമ്മേ, എനിക്ക് മാറുമോ? അല്ല, 4 ടേബ്ലറ്റ്സ് ഉണ്ടാവാറുണ്ടല്ലോ. അതെന്റെ മറ്റേ കയ്യിലുണ്ട്, ദാ. ഈശ്വര, ഒന്നുകൂടി മറ്റേ കയ്യിൽ പിടിച്ച് നന്നായി. അപ്പൊ ദേവ്യാനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇപ്പൊ ഇവക്ക് ഒന്നും അറിയില്ലെന്ന് മനസ്സിലായി. ശരി വല്യമ്മേ, രാത്രിക്ക് ഞാൻ എന്തേലും ഉണ്ടാക്കാൻ നോക്കാട്ടോ. ശരി. ഇതും പറഞ്ഞ് അനാമിക അവിടുന്ന് പോവാൻ നോക്കുമ്പോൾ ജാനകി പിടിച്ചു നിർത്തുന്നുണ്ട്. മോളെ, നീ എന്തൊക്കെ മരുന്ന് ഏട്ടത്തിക്ക് എടുത്തു കൊടുത്ത്? അമ്മേ, എല്ലാം വല്യമ്മ കഴിക്കുന്ന ടാബ്ലറ്റ്സ് അല്ലേ, അതിൽ നിന്ന് 1-2 എടുത്തു കൊടുത്തു. ഈശ്വര, മോൾ എന്താ ചെയ്തത്? ഇനി ഏട്ടത്തിക്ക് എന്തെങ്കിലും പറ്റിയാലോ? എന്തിനാ അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നത്? വല്യമ്മ കഴിക്കുന്ന മരുന്നല്ലേ അതിലുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കാതെ മാറ്റി വെക്കുന്ന മരുന്നുണ്ടെങ്കിലോ? സമയം സന്ദർഭം അനുസരിച്ചാ മരുന്ന് കഴിക്കേണ്ടത്. അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാ? ഞാനല്ലല്ലോ പറഞ്ഞത് മരുന്നും ഭക്ഷണം എടുത്തു കൊടുക്കുന്നത് ഞാനാണെന്ന്. അമ്മ ഒപ്പിച്ചയല്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആ മരുന്ന് കുടിക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കണം. അമ്മ ഇങ്ങോട്ട് പോര്, വല്യമ്മയ്ക്ക് ഒന്നും പറ്റില്ല, അത്രയും ഡോസുള്ള മരുന്നൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ തൽക്കാല ആശ്വാസത്തില് അവരവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രേവതി അനന്തപുരിയിലോട്ട് വരുന്നുണ്ട്. വന്ന പാടെ തന്നെ ജാനകി കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട്, ചേച്ചി, ഇതെപ്പോ വന്നു? അയ്യോ, ഒന്നും പറയണ്ട, അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ എന്റെ മോളെ ഒന്ന് കാണാൻ തോന്നി. അപ്പൊ പിന്നെ ഒരു നിമിഷം പോലും നിന്നില്ല, ഓടി ഇങ്ങ് പോന്നു. ഇത് കേട്ട ജലജ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇതും പറഞ്ഞ് ഏത് സമയം ഇവിടെ തന്നെ കടിച്ചു തൂങ്ങുവാ. എന്താണാവോ ഇവളുടെയൊക്കെ മനസ്സിലിരിപ്പ്. എന്നാ ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടോട്ടെ. അതിനെന്താ,
രേവതി പോയി കണ്ടോ? അപ്പൊ രേവതി പറയുന്നുണ്ട്, ആ ചോദിക്കാൻ വിട്ടു, മോൾ എവിടെയാ? അപ്പൊ ജലജ പറയുന്നുണ്ട്, ഏത് സമയം ആ മുറിക്കകത്ത് തന്നെയാ, അവിടെ തന്നെ കാണും. അല്ല അതെന്താ അനിമോന്റെ അപ്പച്ചി അങ്ങനെ പറയുന്നേ? ഏയ് ഒന്നും ഉണ്ടായിട്ടല്ല രേവതി, രേവതിയുടെ മോള് ഇപ്പോഴും മുറി തന്നെയാ, അതുകൊണ്ട് പറഞ്ഞതാ, ഒന്നും കരുതരുതേ. ഓ അത് മോൾ അങ്ങനെ തന്നെയാ, മോൾ അനാവശ്യമായിട്ട് ആരോട് സംസാരിക്കാൻ നിൽക്കില്ല. ഞാൻ എന്തായാലും മോളെ കണ്ടേച്ച് വരാം. ഇത് പറഞ്ഞ് രേവതി അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, എന്താ ജലജ നീ ഇങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞതിൽ എന്താ കുഴപ്പം? നിന്റെ മരുമോൾ എപ്പോഴും മുറി തന്നെയല്ലേ എന്ന് കരുതി ആ കുട്ടിയുടെ അമ്മയോടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടത്? ഇനി എന്തായാലും പറഞ്ഞു പോയില്ലേ, അത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇതും പറഞ്ഞ് ജലജ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതി മുറിയിൽ എത്തുന്നതാണ് കേട്ടോ. രേവതി മോളെ വിളിക്കുന്നുണ്ട്, മോളെ. ആ അമ്മേ, അമ്മ വരുന്നു പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ കരുതിയില്ല. പെട്ടെന്ന് എത്താതെ മോളുടെ കാര്യം വല്ലതും നടക്കുവോ? എന്നിട്ട് രേവതിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വെള്ളപ്പൊതി അനാമയുടെ കയ്യിലേക്ക് ആരും കാണാതെ വെച്ചു കൊടുക്കുന്നുണ്ട്. ദേ മോളെ, ഇതാണ് അച്ഛൻ പറഞ്ഞ വശീകരണ മരുന്ന്. ഇത് ഇന്ന് രാത്രി അനിക്ക് നീ എങ്ങനെയെങ്കിലും സ്നേഹം നടിച്ച് ഒരു ഗ്ലാസ് പാലിൽ കലർത്തി കൊടുക്കണം. പിന്നെ അനിമോനെ മോള് സ്നേഹിച്ച് മൂടണം, എന്നാലേ അവന്റെ സ്നേഹം മോൾക്ക് കിട്ടൂ. അമ്മേ, ഞാൻ പാല് കൊടുത്ത അവൻ കുടിക്കുമായിരിക്കും. ഓ, ഒരു ഗ്ലാസ് പാലല്ലേ, എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് കുടിപ്പിക്കണം. ആ ഞാൻ നോക്കാം അമ്മേ. ആ പിന്നെ നിന്റെ അച്ഛൻ ഇവിടെ എത്തി എന്നോട് വിളിക്കാൻ പറഞ്ഞിരുന്നു. ഞാനൊന്ന് വിളിച്ചിട്ട് വരാം. ഇവിടെ നിന്നൊക്കെ മാറി നിൽക്കട്ടെ, ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മതി. ഇതും പറഞ്ഞ് രേവതി സിറ്റ് ഔട്ടിലേക്ക് പോവാണ്. എന്നിട്ട് അവിടുന്ന് വേണുവിന് ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ രേവതിയുടെ പോക്ക് കണ്ടുകൊണ്ട് അത്ര പന്തിയല്ലെന്ന് തോന്നിയ ദേവയാനി രേവതിയുടെ പിന്നാലെ ചെല്ലുന്നുണ്ട്. ഏട്ടത്തി പോകുന്ന കണ്ടിട്ട് അതിന് പിന്നാലെ ജാനകിയും ചെല്ലാണ് കേട്ടോ. അപ്പോഴാണ് രേവതി ഫോൺ വിളിച്ചിട്ട്, ആ വേണുവേട്ടാ, ആ എന്തായി കാര്യങ്ങളൊക്കെ? മോൾക്ക് ആ പൊടി കൊടുത്തോ? അതൊക്കെ ഞാൻ കൊടുത്തു. ഇനി ആ അനിയെ എങ്ങനെയെങ്കിലും മയക്കി കുപ്പിയിലാക്കണം. അതൊക്കെ മോളുടെ മെടുക്ക് പോലെ ഇരിക്കും. മോൾക്കൊരു കുഞ്ഞിക്കാലം കൂടി കണ്ടു കഴിഞ്ഞാൽ അവൻ ആ നന്ദുവിനെ മറന്നോളൂ. അതെ അതെ, അതിനിടയ്ക്ക് ആ മറ്റവളുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. അപ്പം പിന്നെ ആദ്യത്തെ കുഞ്ഞ് വരാൻ പോകുന്നത് നമ്മുടെ മോളുടേതാവും. പിന്നെ നമുക്ക് അവിടുത്തെ സ്ഥാനം ഒന്നും കൂടി ബലപ്പെടും. പിന്നെ ആര് വിചാരിച്ചാലും ഈ ബന്ധം അർത്ഥം മാറ്റാൻ പറ്റില്ല. അതെ വേണുവേട്ടാ, പതുക്കെ പതുക്കെ നമുക്ക് ഈ ആനന്ദപുരി അങ്ങ് പിടിച്ചെടുക്കണം. എന്നാൽ ഇത് വളരെ ഷോക്കായിക്കൊണ്ട് ദേവ്യാനി കേൾക്കാണ് കേട്ടോ. പിന്നെ നിൽക്കുന്ന ജാനകിക്ക് ഇതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അനന്തപുരി മാത്രമല്ല വേണുവേട്ടാ, ആ കിളവന്റെ സാമ്രാജ്യം മൊത്തത്തിൽ നമുക്ക് അടിച്ചു മാറ്റണം. എന്നിട്ട് പിന്നെ മോൾക്ക് ഇവനും വേണ്ടെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ദേവ്യാനാണെങ്കിൽ ഇതൊക്കെ കേട്ട് വളരെയധികം ഷോക്കായി നിൽക്കുവാണ്. ഇതൊക്കെ കേട്ടിട്ട് ദേവ്യാനിക്ക് താങ്ങാൻ കഴിയാതെ അവിടെ നിന്ന് സങ്കടപ്പെട്ടുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ നിൽക്കുമ്പോഴാണ് അവിടെ ജാനകി നിൽക്കുന്നത്. എന്നാൽ ജാനകിയെ മൈൻഡ് ചെയ്യാതെ ദേവ്യാനെ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഈ രേവതി സംസാരിക്കുന്നത് ഒളിഞ്ഞു കേട്ട് നിൽക്കുന്ന ദേവ്യാനെ കണ്ടപ്പോൾ ജാനകിക്ക് വളരെയധികം പുച്ഛം തോന്നും കേട്ടോ. ഏട്ടത്തി എന്തിനാ അനാമികമോളുടെ അമ്മ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുന്നത്? ഏട്ടത്തിയുടെ സ്വഭാവം കൂടെ കൂടെ മോശമായിട്ട് വരുവാ. എന്തായാലും രേവതിയുടെ സംസാരം കഴിഞ്ഞ് പിന്നിലോട്ട് നോക്കുമ്പോൾ അവിടെ ജാനകി നിൽക്കുന്നതാണ് കാണുന്നത്. രേവതി ആകെ അങ്ങ് ഷോക്കായി പോവാണ് കേട്ടോ. എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്. ഇനി ദേവ്യാനി അനാമികയെ പഠിപ്പിക്കാൻ പോവാണ്. ദേവ്യാനിയുടെ ഒരു ആറാട്ടാണ് അവിടെ നടക്കാൻ പോകുന്നത്. മരുമകളെ ചേർത്ത് നിർത്താനും അനാമികയെ പുറത്താക്കാനുള്ള തന്ത്രങ്ങളാണ് ഇനി ദേവ്യാനി നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ്. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.